NIOSന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ ഒരു സന്തോഷ വർത്തമാനമുണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഹാൾ ടിക്കറ്റ് അനുസരിച്ച് അതിൽ കാണുന്ന തീയതികളിൽ ആകണം നിങ്ങളുടെ പരീക്ഷ. പല ധരിക്കുന്നത് അതേ തീയതികളിൽ തന്നെ പരീക്ഷ നടക്കും എന്നാണ് ധരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ എണ്ണം പരിമിതമായിരിക്കും. അപ്പോൾ 500-600 കുട്ടികൾ ഒരു സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിച്ച് പരീക്ഷ നടത്താൻ സൗകര്യമുണ്ടാവില്ല. അതുകൊണ്ട് ആ സെന്ററിലെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല പല തീയതികളിൽ ആയിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവുക. അപ്പൊ പല കുട്ടികളും വിചാരിക്കും ഹാൾ ടിക്കറ്റിൽ ഡേറ്റ് വന്നതല്ലേ, അതുകൊണ്ട് ആ തീയതികളിൽ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ചില സെന്ററുകളിൽ അതേ തീയതികളിൽ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചേർന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ സ്ഥാപനങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലാത്തവർ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ സെന്ററിൽ, അതായത് നിങ്ങളുടെ ID കാർഡിൽ ഉള്ള സെന്ററിൽ, നിങ്ങൾ PCP ക്ലാസ്സിന് പോയ സെന്ററിൽ ബന്ധപ്പെട്ട് എന്നാണ് നിങ്ങളുടെ ഈ വിഷയങ്ങളുടെ പരീക്ഷ എന്ന് ചോദിക്കുക. ഇനി ഫോണിൽ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റിൽ കാണുന്ന തീയതികളിൽ ആ സെന്ററിൽ പോയിട്ട് സംസാരിക്കാവുന്നതാണ്. അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരമാണ് പിന്നീട് പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടത്. പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങൾ: 1, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിർബന്ധമായിട്ടും. 2, ID കാർഡ്. 3, നിങ്ങൾ ഏത് വിഷയത്തിന്റെ പരീക്ഷയ്ക്കാണ് പോകുന്നത് ആ വിഷയത്തിന്റെ റെക്കോർഡ് ബുക്ക് എഴുതി കയ്യിൽ സൂക്ഷിക്കണം. ഇത്രയും സാധനങ്ങൾ വേണം. നിങ്ങൾ പേന, പെൻസില്, മറ്റ് പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടാകണം. ഇത്രയുമായിട്ട് പരീക്ഷയ്ക്ക് പോവുക. നല്ല ധൈര്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷമായിട്ട് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു.